പിന്നെ മായ, ചിത്ര, എന്താ അമ്മേ? എന്തു പറ്റി? അമ്മേ, അമ്മ ആകെ സന്തോഷത്തിലാണല്ലോ. എന്താ ഇത്ര സന്തോഷിക്കാൻ? ബേട്ടീസ്, ഐ ആം വെരി വെരി ഹാപ്പി. മൈ ലിറ്റിൽ കണ്ണൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അല്ല, താര എവിടെ? അമ്മേ, താരേച്ചി മുറിയിലുണ്ട്. എങ്കിലേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ബേട്ടീസ്, ഞാനൊരു ഗ്രാൻഡ് മദർ ആകാൻ പോകുന്നു. പക്ഷേ ഇതിനകത്തൊരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? അമ്മേ, ഡൺ. നമുക്ക് പൊളിക്കാം. മോളെ, നിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അമ്മയ്ക്കറിയാം. ജീവിതം ഇങ്ങനെയൊക്കെയാ മോളെ. ആരോടും പകയോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. അവനവന് വിതയ്ക്കുന്നതേ അവനവന് കൊയ്യാൻ പറ്റും. സ്നേഹവും നന്മയൊക്കെ കൊടുത്താലേ കിട്ടൂ. മോക്ക് അമ്മ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മോള് വിഷമിക്കണ്ട. നിന്നെയും ദൈവം അനുഗ്രഹിക്കും. നിനക്കും ഒരു കുഞ്ഞിനെ ദൈവം തരും. ഇപ്പൊ നീ കാണിക്കുന്ന നന്മ നാളെ ആ കൊച്ചിന്റെ ഭാഗ്യമായിട്ട് വരും. അതുകൊണ്ട് നീ വേണം ഇതിന്റെ മുന്നേ നിൽക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. ഞാനേ താരൊന്ന് കണ്ടിട്ട് വരാം. മായജി, നമുക്കിത് പൊളിക്കണം. ജ്യോതി, ദേ എടുത്തു ചാടി ഇപ്പൊ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കൽ നിന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് വിശ്വസിക്കണമെന്നില്ല. എന്തായാലും ഞാൻ ഇക്കാര്യം അമ്മയോട് പറയാൻ പോവാ. ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ അമ്മ എനിക്ക് തന്ന സ്നേഹം മാത്രമായിരുന്നു എന്റെ ധൈര്യം. ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ദിവസവും കണ്ണന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മയോട് ഈ സന്തോഷ വാർത്ത ഞാൻ എങ്ങനെ പറയാതിരിക്കുക? അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. നിന്നേക്കാൾ മുൻപ് ആ സ്നേഹം അനുഭവിച്ചവളാ ഞാൻ. ഇത്രയും നാളത്തെ അമ്മയുടെ പ്രാർത്ഥന സഫലമായി എന്നറിയുമ്പോ അമ്മയ്ക്ക് സന്തോഷാവും. നീ വാ, നമുക്കിപ്പൊ തന്നെ അമ്മയോട് കാര്യം പറയാം. ബുദ്ധിപൂർവ്വം വേണം ഈ അവസരം ഹാൻഡിൽ ചെയ്യാൻ, കേട്ടോ. എനിക്കാകെ പേടിയാവുന്നു സുപ്രിയ. ഒന്നും പേടിക്കണ്ട. കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് നമുക്ക് പറയാം. അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു ബേട്ടീസ്? ജ്യോതി മോളെ, ഞാൻ നിന്നെ കാണാനായിട്ടെ എത്ര നേരമായിട്ട് കൊതിച്ചിരിക്കാന്നറിയാമോ? I am very very happy മോളെ. ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അമ്മ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നു? അമ്മ ഈ വിവരം എങ്ങനെയെങ്കിലും അറിഞ്ഞോ? ഈ സമയത്ത് നീ കൂടെ ഉണ്ടായത് നന്നായി. ഇപ്പോഴാ നീ ഈ വീട്ടിലെ ശരിക്കും മരുമകളായത്. അമ്മേ, ഞാൻ നോ 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 യു സ്പീക്കിംഗ്, ഐ സ്പീക്കിംഗ്. ഇന്ന് നമ്മുടെ ഹാപ്പി ഡേ. വാട്ട് ഈസ് ദിസ്? ഇതെന്താ? ഇത് മസാല ദോശ.
മസാല ദോശയോ? ഉം. അല്ല, ഇതിനകത്ത് എന്താ? ദാ ഏ? ഇതിനകത്ത് ഓ ഓ പച്ചമാങ്ങ. കൊള്ളാലോ. ഇതെന്താ സർപ്രൈസ് ആയി പോയത്? ആവശ്യമുള്ള നിങ്ങൾ കൊണ്ടുവന്നു. ആ, നീ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു അല്ലേ? ഇല്ല, ഡോക്ടർ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അത് നീ എന്തിനാ നാണിക്കുന്നേ? ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് വരാറുള്ളതല്ലേ. അപ്പോ ഡോക്ടർ കാര്യങ്ങളൊക്കെ നിന്നോട് വിശദമായിട്ട് പറഞ്ഞോ? ആ, എല്ലാം പറഞ്ഞായിരുന്നു. ഓ, ഒരു സംശയം തോന്നിട്ടാ ഡോക്ടർ പരിശോധിച്ചത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ സംഗതി സത്യം. ശ്ശോ, ഇതൊക്കെ അറിഞ്ഞോ നിങ്ങള്? ഈ ഡോക്ടർ ഒരു കാര്യം. ആ, ഡോക്ടർ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. ആ, പിന്നെ നീ അതിങ്ങോട്ട് തന്നേ. ഇങ്ങോട്ട് താ മോളെ. ഈ സമയത്ത് കഴിക്കേണ്ടതേ പച്ചപ്പുളിയും മാങ്ങയൊക്കെയാ. വാ, നിങ്ങൾ വാ വാ വന്നേ. എന്താ? ആ, വാ മോളെ, ഈ ഒരു കത്തിക്ക് എടുത്തേ. ഉം. നീ മാങ്ങ കഴുകിയെടുത്തേ. ആ. ദമ്മേ. ആ, നിങ്ങളെ ഈ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ച് മോളെ പ്ലേറ്റ് കിട്ടെടുത്തേ. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി അതിനകത്തിട്. മസാല ദോശയും മാങ്ങയും വേണമെന്നേ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആര്? താര. അവക്കല്ലേ വിശേഷം. ഈശ്വര, താരയും ഗർഭിണിയായോ? അതെ, നിങ്ങൾ പോയതിനു ശേഷേ പെട്ടെന്നേ അവള് മയങ്ങി വീണെന്നേ. കൂട്ടത്തിലൊന്ന് ഛർദിക്കുകയും കൂടി ചെയ്തു. സംശയം തോന്നി മായയും താരയും കൂടി ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിപ്പിച്ചു. അപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. അവളെ ഗർഭിണിയാ. ഇപ്പൊ നിങ്ങക്ക് സന്തോഷായോ? ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞാ താരയുടേത്. അമ്മേ, അത് ഞാൻ നീ ഒന്നും പറയണ്ട. ദേ, ഒരിക്കൽ നീ കള്ളഗർഭം കെട്ടി ഞങ്ങളെയൊക്കെ പറ്റിച്ചതല്ലേ? എന്താ നീ അങ്ങനെയുള്ള വിചാരമുണ്ടോ? എന്റെ ബേട്ടി, എനിക്കിതിൽ പല സന്തോഷവും ഒന്നുമില്ല. നിങ്ങൾ 4 പേരിൽ ആരെങ്കിലും ഒരാളൊരു കുഞ്ഞിനെ പ്രസവിച്ച് തന്നാ മതി, ഞാൻ വളർത്തിക്കോളാന്നേ. ഇപ്പിതേ താരയ്ക്ക അതിന് ഭാഗ്യമുണ്ടായത്. ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ്. മൈ ലിറ്റിൽ കണ്ട, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഇതൊന്ന് ആഘോഷിക്കണം ബേട്ടി. അവൾക്ക് വേണ്ടി നീ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോഴേ അവൾക്ക് വലിയ സന്തോഷമാകും. അല്ല, അവള് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിരുന്ന ഇതൊക്കെ വേണോന്ന്? വാ.
ഗർഭിണിക്ക് മസാല ദോശയും മാങ്ങയും റെഡി. മൈ ലിറ്റിൽ കണ്ണൻ, നിന്റെ ആഗ്രഹം ഉടനെ സാധിച്ചു. നീ ഈ വീട്ടിലെ മഹാറാണിയാ ഇപ്പൊ. ജ്യോതി, താരേച്ചിക്ക് വിശേഷമുണ്ട്. ഒന്ന് എടുത്തു പറയുന്നേ എന്തിനാ? ഈ മാങ്ങയും മസാല ദോശയൊക്കെ അവളല്ലേ വാങ്ങിച്ചോണ്ട് വന്നത്. ഗർഭിണിക്ക് അമ്മയമ്മയുടെ സമ്മാനം അല്ലേ ബേട്ടി? ജ്യോതിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മുഖം കണ്ടാലറിയാം. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോ ഒന്ന് അമ്പരന്നു, അത്രേ ഉള്ളൂ. നീ കള്ളഗർഭം കെട്ടി ഞങ്ങളെ പറ്റിച്ച പോലെയൊന്നും അല്ല. ഇവളെ ശരിക്കും മതിലാകാൻ പോവാ. ഇവള് മാത്രമല്ലമ്മേ, ഞാനും ഒരു അമ്മയാവാൻ പോവാ. ഇവളെക്കാൾ മുൻപേ കുരുത്തൊരു ജീവൻ എന്റെ വയറ്റിലുണ്ട്. പക്ഷെ ഇപ്പോ ഞാനത് പറഞ്ഞ നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. താമസിയാതെ ഞാനും അത് വെളിപ്പെടുത്തും. കൺഗ്രാറ്റുലേഷൻസ് താരെ. നിങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് ദിവസവും പ്രാർത്ഥിക്കുന്ന അമ്മയായത്. അതില് ചിലരുടെ ആഗ്രഹം സഫലമായി, ചിലത് ഉടനെ സഫലമാവും. അല്ലേ ജ്യോതി? ആഘോഷതൊന്നും പോരാ, നമുക്കിത് ഗംഭീരമാക്കണം. ജ്യോതി, നീ വേണം ഇത് മുന്നിൽ നിന്ന് എല്ലാം ചെയ്യാൻ. നീ ഒരു കൺഗ്രാറ്റ്സ് പറ മോളെ. താരേ, കൺഗ്രാറ്റ്സ്. താങ്ക് യു താരേച്ചി. ഇത് നമുക്ക് തകർക്കണം. ഇത്ര നാളത്തെ എന്റെ പ്രാർത്ഥനയ്ക്ക് മൈ ലിറ്റിൽ കണ്ണൻ തന്ന ഗിഫ്റ്റ് ആയത്. ജ്യോതി, ചടങ്ങുകൾക്ക് ഒന്നും കുറവ് വരുത്തരുത് കേട്ടോ. ഈ പ്രഗ്നൻസി പീരീഡിലെ ഇവളെ നമുക്കൊരു രാജകുമാരിയെ പോലെ നോക്കണം. ഇവളെ നോക്കുന്നതിന് മുഴുവൻ ചുമതല നിനക്കായിരിക്കും. ഹാപ്പി ആയില്ലേ മോളെ? ഹാപ്പിയാ? ഹാപ്പി അല്ലേ ബേട്ടി? അപ്പോ അമരാവതിയില് ഗർഭകാലം തുടങ്ങിയല്ലേ? താരമോളെ, ഇരുന്ന് നീ മസാല ദോശ കഴിക്കും. മോളെ, നീ ഒരു പ്ലേറ്റ് എടുത്തേ. നീ കൊടുക്കവക്ക് മാങ്ങ എടുത്ത് കുറച്ച് പോയി. പോസിറ്റീവാണ്. ഭാരമുള്ളതൊന്നും എടുക്കരുത്, സ്റ്റെപ്പ് കയറരുത്. തൽക്കാലത്തേക്ക് അടുക്കളയിലൊന്നും കയറാൻ പോകണ്ട. ആശാലത വിചാരിച്ചാൽ ഈ കാര്യം നടക്കും. എങ്ങനെയെങ്കിലും എനിക്കിതൊന്നും നടത്തി തരണം. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ എന്റെ മരുമോനോട് പറയാറില്ല. മരുമോനോട് പറയണ്ട, ജ്യോതിമോളോട് പറഞ്ഞാൽ മതി. ജ്യോതിമോളാകുമ്പോൾ നല്ല തഞ്ചത്തിൽ നിന്ന് ഭർത്താവിനോട് പറഞ്ഞ് ശരിയാക്കി തരും. എന്റെ പൊന്ന ആശാലതെ, അത്രയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാ ഞാൻ പറയുന്നത്. പഠിത്തവും കഴിഞ്ഞ് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചെക്കൻ. ഇപ്പൊ ആണെങ്കിലോ ആവശ്യമില്ലാത്ത കുറെ കൂട്ടുകെട്ടുകളും തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആശാലത ജ്യോതിമോളോട് പറഞ്ഞ് ചെക്കൻ അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് എന്തെങ്കിലും ഒരു ജോലി, റെസ്റ്റോറന്റിലായാലും മതി. നോക്കട്ടെ, ഞാൻ ജ്യോതിമോളോട് പറയാം. അല്ല ആശാലതെ, പ്രിയമോക്ക് ഇരട്ടക്കുട്ടികളാണെന്ന് പറയുന്നത് ശരിയാണോ? പിന്നല്ലാതെ. അല്ല, ഇക്കാര്യം ഞങ്ങൾ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ ജയശ്രീ ഇക്കാര്യം അറിഞ്ഞേ? അതോ കുട്ടമ്പിള്ള ചേട്ടൻ പറഞ്ഞതാ. ആ, എന്റെ പൊന്ന് ജയശ്രീ, ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. പ്രിയമോൾക്ക് ഇരട്ട കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അല്ല, അപ്പൊ ജ്യോതിമോളുടെ കാര്യം എങ്ങനെയാ? വിശേഷം വല്ലതുണ്ടോ? എവിടെന്ന്? ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിനിടയ്ക്ക് അവൾ ഒരു കള്ളഗർഭം കെട്ടി വീട്ടുകാരെയും പറ്റിച്ചു. കള്ളഗർഭം കെട്ടിയോ? അതെന്താ? ആ, അങ്ങനെ ഒരു കഥയുണ്ട്. എന്നാലും എന്റെ പൊന്ന ആശാലതേ, എന്തോരം സൗകര്യങ്ങളുള്ള വീടാ അത്. അവിടെ തന്നെ ജ്യോതിക്ക് ചെന്ന് കയറാനും അവിടത്തെ റാണിയായി വാഴാനും ഒക്കെ സാധിച്ചത് എത്ര സൗഭാഗ്യപരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് നിങ്ങളുടെ മരുമകൻ വന്ന് അമ്പലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത്. സത്യം പറഞ്ഞ
ജ്യോതി കല്യാണം കഴിച്ച് അമരാവതിയിൽ ചെന്ന് കയറിയത് ഞങ്ങളുടെ ഭാഗ്യം തന്നെ ജയശ്രീ. അപ്പോ അവിടെ നിങ്ങോട്ട് നല്ല സഹായമൊക്കെ കാണുമായിരിക്കും അല്ലേ? ആ, സഹായം ഉണ്ടോന്നോ? മരുമകനായിട്ടല്ല, മകനായിട്ടാ അവൻ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഇനി ജ്യോതിക്കും കൂടി ഒരു കുഞ്ഞുണ്ടായ അതോടെ അമരാവതി വീട്ടിലും സന്തോഷാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആശാലതേ. ആ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാക്കി തരണേ. ഞാൻ ഏറ്റുന്നേ. ഞാൻ ജ്യോതിമോളോട് പറഞ്ഞേക്കാം. പറയണേ. ആ, ശരി 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 ശരി. പിന്നെ ജ്യോതിയോട് പറഞ്ഞിട്ട് ഞാൻ അവളുടെ മോന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോവല്ലേ. എന്നിട്ട് വേണം അവൻ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കും കൂടി നാണക്കേടുണ്ടാക്കാൻ. അങ്ങനെ ഇപ്പൊ അവനൊന്നും നമ്മുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യണ്ട. ഇതിപ്പോ ആകെ പുലിവാലായല്ലോ. നീ പ്രഗ്നന്റ് ആണെന്ന് പറയാൻ ചെന്നപ്പോ വേറൊരുത്തിക്ക് വിശേഷം. മസാല ദോശയും മാമ്പഴം അവള് കൊണ്ടുപോയി. നമ്മൾ ഇനി എന്ത് ചെയ്യും? നീ ഇപ്പൊ അമ്മയുടെ സന്തോഷം കണ്ടില്ലേ? അമ്മയ്ക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം ഈ ജന്മത്ത് കിട്ടാനില്ല. എത്ര കാലം കൊണ്ടുള്ള പ്രാർത്ഥനയാ. ഇപ്പോ ഞാനും കൂടി ഇത് ചെന്ന് പറഞ്ഞ പഴയ കഥയെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടി എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇത് പറയാതിരിക്കാന്നാ? എടി ജ്യോതി, നീ വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ ഇത് നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഞാൻ ഹലോ ഹലോ ബേട്ടീസ്, നിങ്ങളെന്തെങ്ങനെ മാറി നിൽക്കുന്നത്? നീ ഇവിടെ അമ്മാഹിമ്മയാ. അപ്പോ മരുമോളൊരു മദറാകാൻ പോകുമ്പോ അവളെ നോക്കേണ്ട ചുമതല ആർക്കാ? നിനക്ക് തന്നെയാ. അത് ഞാൻ പറഞ്ഞതല്ലേ? അത് കറക്റ്റാ. ആ, ഇവള് വേണം ഇനി താരയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാ താരേച്ചിയുടെ വയറ്റില്. നീ മുമ്പ് പറഞ്ഞ കള്ളഗർഭത്തിന്റെ കഥ പോലെയല്ല, ഇത് റിയലാ. ആദ്യം തന്നെ ആരതി ഒഴിഞ്ഞ് ദൃഷ്ടിദോഷം മാറ്റണം. ബേട്ടി come on, ബേട്ടി also come on. Come on. Go. Come. കണ്ണ, ഈ മദറിന്റെ എത്ര നാളത്തെ ആഗ്രഹമാ നീ ഇപ്പോ നടപ്പിലാക്കി തന്നത്. ഇതിനേക്കാൾ വലിയൊരു കാപ്പി എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ തന്നെ ആരതി ഒഴിയാം. നീ ഇപ്പോ അമരാവതിയിലെ മഹാറാണിയാ. നിനക്കേ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട്. അമ്മ മുൻപ് ജ്യോതിക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങള് ഇതുപോലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നില്ലേ? അതെ. ആ പ്രഗ്നൻസി പൊളിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് ജ്യോതിയുടെ കൈവശമുള്ള ആ സ്വർണ്ണാഭരണങ്ങള് താരയ്ക്ക് കൊടുക്കണം. അതല്ലേ ശരി? കറക്റ്റ്, യു ആർ കറക്റ്റ് സ്പീക്കിംഗ്. ആ ജ്യോതി, നാളെ താരയ്ക്ക് സിന്ദൂര ചാർത്ത് ചടങ്ങ് നടക്കുമ്പോഴേ ആ ടൈമില് നീ ആ ഗോൾഡ് താരയ്ക്ക് അണിയിച്ചു കൊടുക്കണം, കേട്ടോ? അമ്മേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ എന്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരുന്നേ. ഞാനും പ്രഗ്നന്റ് അമ്മേ.
ജ്യോതി പറഞ്ഞത് ശരിയാ, ഇവൾക്ക് വിശേഷമുണ്ട്. പഴയ വീഞ്ഞു പുതിയ കുപ്പിയില്. കൊള്ളാം. ഗർഭിണിയാണെന്ന് പോലും. നിന്റെ ഈ അടവൊന്നും ഇനി ഇവിടെ ഏക്കത്തില്ല. ജ്യോതി, എന്തൊരു മോശം ഇത്. ഈ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുമ്പോ നീ ഇത് കൊളമാക്കാൻ നോക്കുന്ന എന്തിനാ? ആ ഇനിയും കള്ളഗർഭ അഭിനയിക്കാന്ന് നീ വിചാരിക്കണ്ട. ബേട്ടി, നിന്റെ മനസ്സിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. നീ ആദ്യമാകണം തന്നെയാ അമ്മ ആഗ്രഹിച്ചത്. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. തരുന്നത് മൈ ലിറ്റിൽ കണ്ണനല്ലേ.